Hi everyone, welcome back to Learnino. ഇന്ന് നമുക്ക് കൺസ്ട്രെയിൻറ്റ് മാക്സിമ ആൻഡ് മിനിമ പാർട്ട് 1 ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ്, അതായത് മെയിൻ ആയിട്ട് ഇവിടെ ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ മെത്തേഡ് ബേസ്ഡ് ഓൺ 1 കൺസ്ട്രെയിൻറ്റ് ആൻഡ് 2 കൺസ്ട്രെയിൻറ്റ്സ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാം പ്രാക്ടീസ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ മെയിൻ ആയിട്ട് LPP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us start. Find the maximum and minimum values of x square plus y square subject to the constraint x square minus 2x plus y square minus 4y equal to 0. Okay, so it is based on single constraint, one constraint aana. Del f equal to, our main formula del f equal to lambda into del g, where f is given by x square plus y square. Now del f, gradient of f engine kaana namukkariyam fx into I plus fy into j aanu. Fx nu parayunnathu dou f by dou x um, similarly fy is dou f by dou y. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ del f കണ്ടുപിടിക്കാം. അപ്പോൾ dou f by dou x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് മാത്രം എടുക്കുക, കാരണം y സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ടേംസ് എടുക്കാൻ. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2x ആണ് കിട്ടുക. സോ 2x ഇൻറ്റു ഐ അല്ലേ, 2x ഇൻറ്റു ഐ പ്ലസ് എഗെയിൻ എഫ് വൈ എന്ന് പറയുന്നത് 2y കിട്ടും, 2y ഇൻറ്റു ജി. അപ്പോൾ അതാണ് ഡെൽ എഫ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് ഇനി നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ്, ഒരു കൺസ്ട്രെയിൻറ്റ് മാത്രമേ ഉള്ളൂ, അതിനെ g ഓഫ് എക്സ് വൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റിനെ g ഓഫ് എക്സ് വൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് g ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഈക്വൽ ടു 0. ഇനി നമുക്ക് ഡെൽ g കാണാം, ലൈക്ക് എഗെയിൻ ഗ്രേഡിയന്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ g കാണാം, ഈ ഒരു കൺസ്ട്രെയിൻ്റെ ഗ്രേഡിയന്റ് കാണാം. അപ്പോൾ ഇവിടെ gxi പ്ലസ് gyj എഫ്എക്സിൻ്റെ മീൻസ് എഫിൻ്റെ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ gx എന്ന് പറയുമ്പോൾ എക്സ് റിലേറ്റഡ് ടേംസ് ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 2x അല്ലേ, അപ്പോൾ 2x മൈനസ് 2 വരും, 2x മൈനസ് 2 ഹോൾ ഇൻറ്റു ഐ പ്ലസ് നെക്സ്റ്റ് വൺ gy എന്ന് പറയുമ്പോൾ വൈയുടെ ടേംസ് മാത്രം എടുക്കുക, ദാറ്റ് ഇസ് 2y മൈനസ് 4 ഇൻറ്റു ജെ. ഇപ്പോൾ ഡെൽ ജി ഗ്രേഡിയന്റ് ഓഫ് ജിയും കിട്ടി. ഇനി നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുക, ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി, ലാംഡ സ്കെയിലർ വാല്യൂ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ 2xi പ്ലസ് 2yj ഇതാണ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ LHS ആൻഡ് RHSലെ ടേംസ്, ഈക്വലൻ്റ് ആയിട്ടുള്ള ടേംസ് നമ്മൾ കോഎഫിഷ്യൻസ് ഒക്കെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ വിൽ ഗെറ്റ് ഹിയർ 2x, അതായത് ഐയുടെ കോഎഫിഷ്യൻ 2x ആണ് LHSൽ, RHSലോ ലാംഡ ഇൻറ്റു 2x മൈനസ് 2. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിലും 2 കോമൺ ആണ്, ഏറ്റവും ഔട്ട്സൈഡ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഹിയർ എക്സ് മൈനസ് 1, 2 ഇൻറ്റു എക്സ് മൈനസ് 1, ആ 2 ക്യാൻസൽ ചെയ്യാം LHSലെ RHSലെ. അപ്പോൾ എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടും. അതേപോലെ 2y ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2y മൈനസ് 4, 2y ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2y മൈനസ് 4, എഗെയിൻ 2 കോമൺ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു ലാംഡ ഇൻറ്റു y മൈനസ് 2, ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടുക. ഇനി ഫസ്റ്റ് കിട്ടിയ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ, ലാംഡ ഈക്വൽ ടു ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സ് ബൈ എക്സ് മൈനസ് 1 കിട്ടും. സിമിലർലി ഫ്രം ദ സെക്കൻഡ് ഇക്വേഷൻ വിൽ ഗെറ്റ് ലാംഡ ഈക്വൽ ടു y ബൈ y മൈനസ് 2. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ, രണ്ടിലും ലാംഡ LHS, ദാറ്റ് മീൻസ് ഇക്വേറ്റ് ബോത്ത് RHS. അപ്പോൾ എക്സ് ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു y ബൈ y മൈനസ് 2. ഇനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു ഇക്വേഷൻ ഫോമിൽ അത് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു y ഇൻറ്റു എക്സ് മൈനസ് 1, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം, റീഅറേഞ്ച് ചെയ്യുക, എന്തെങ്കിലും കോമൺ ടേംസിനെ ക്യാൻസൽ ചെയ്യാം, ഇവിടെ എക്സ് വൈയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എല്ലാം ഒരു സൈഡിൽ മാത്രമാക്കുക. അപ്പോൾ ഈ 2x അങ്ങോട്ട് കൊണ്ടുപോയാൽ 2x മൈനസ് വൈ ഈക്വൽ ടു 0 കിട്ടും, വിച്ച് മീൻസ് വൈനെ RHSൽ കൊണ്ടുപോകും, അപ്പോൾ y ഈക്വൽ ടു 2x. ക്ലിയർ ആയല്ലോ. ഇനി ഈ y ഈക്വൽ ടു 2x നമ്മൾ g ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആണ് g ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കിട്ടിയ റിലേഷൻ ബിറ്റ്വീൻ y ആൻഡ് എക്സ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു 2x ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ആണ്. അപ്പോൾ y സ്ക്വയറിൽ 2x സ്ക്വയർ മൈനസ് 4 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ 2x. ക്ലിയർ ആയല്ലോ. g ഓഫ് എക്സ് വൈയിൽ yന് 2x കൊടുക്കാം.
ഇനി ജസ്റ്റ് ഇതെല്ലാം റീഅറേഞ്ച് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് 5x² - 10x = 0. അഗെയിൻ 5 കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുത്ത് RHS കൊണ്ടുപോയാൽ 0. സോ x² - 2x = 0. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യാം. അതായത് x കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുത്താൽ x × x - 2 = 0. ദിസ് മീൻസ് x = 0 or x - 2 = 0. x - 2 = 0 എന്ന് x = 2 കിട്ടും. സോ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂസും കാണാം. കാരണം വൈയുടെ റിലേഷൻ നമുക്കറിയാം, y = 2x. സോ എക്സ് 0 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും? 2 × 0 0 തന്നെ വരും. സോ വിൽ ഗെറ്റ് x0, y0. ഇനി അതുപോലെ എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2 × 2 ദാറ്റ് ഇസ് 4 അല്ലേ? അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 4. അപ്പോൾ ഇതാണ് രണ്ട് പോയിന്റ്സ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് മാക്സിമം മിനിമം വാല്യൂസ് കാണാം അല്ലേ? അപ്പോൾ എഫ് മാക്സ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഇപ്പോൾ 0 0 കൊടുത്ത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. 0 0 കൊടുത്തു കഴിഞ്ഞാൽ മിനിമം വാല്യൂ, 2 4 കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ കിട്ടും. എഫ് എന്ന് പറയുന്നത് x² + y² ആണ്. അതിൽ 2, 4 എക്സിന് 2 വൈക്ക് 4 കൊടുക്കാം. സോ വിൽ ഗെറ്റ് 2² + 4² which is 20. ഇതാണ് എഫ് മാക്സ്, ഫംഗ്ഷന് ഒക്കെ ചെയ്യുന്ന മാക്സിമം വാല്യൂ. അതുപോലെ എക്സിന് 0 വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0² + 0² 0 ആണ് ആൻസർ. ദാറ്റ് ഈസ് എഫ് മിനിമം ആണ് 0. Next question, find the maximum and minimum values of f of xy equal to xy subject to the constraint 4x² + y² = 8. അപ്പോൾ let f of xy equal to xy subject to the constraint 4x² + y² = 8 അല്ലേ? f equal to xy ആയിട്ട് കൺസിഡർ ചെയ്യാം. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ്, ഒരു കൺസ്ട്രെയിന്റ് ഉണ്ട്, g of xy = 0 ഫോമിൽ അത് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടും? ഈക്വൽ ടു 0 ഫോം ആക്കാൻ 8ന് ജസ്റ്റ് LHS കൊണ്ടുപോയാൽ മതി. അപ്പോൾ 4x² + y² - 8 = 0. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസ്ട്രെയിന്റ് g of xy. ക്ലിയർ ആയല്ലോ? 4x² + y² - 8 = 0. ഇത് നമ്മുടെ മെയിൻ ഫോർമുല del f, gradient of f = lambda × gradient of g. അതിൽ f എന്ന് പറയുന്നത് x × y ആണ്. സോ ടേക്ക് del f, fx × i. fx × i എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു x, xyനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ y കിട്ടും. കാരണം എക്സിന്റെ 1 y കോൺസ്റ്റന്റ് ആണ്. അതുപോലെ fy എന്ന് പറയുന്നത് x കോൺസ്റ്റന്റ് മാറ്റിയത് yയുടെ ഡെറിവേറ്റീവ് 1. സോ x കിട്ടും. സോ yi + xj, ഇതാണ് del f. ക്ലിയർ ആയല്ലോ? del f നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇതേപോലെ del g കാണാം. ജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഗ്രേഡിയന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അഗെയിൻ gx എന്ന് പറയുന്നത് എന്താവും? 4 × 2x ദാറ്റ് ഈസ് 8xi + y² ന്റെ ഡെറിവേറ്റീവ് 2y × j. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ മെയിൻ ഫോർമുല del f = lambda × del g യിൽ ഇപ്പോൾ കിട്ടിയ del f ഉം del g ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ yi + xj = lambda × 8xi + 2yj. ഇതിൽ കറസ്പോണ്ടിങ് ഐയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ജെയുടെ കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഫസ്റ്റ് വൺ y = 8x, 8 × lambda x, ലാംഡ മറക്കരുത്. y = 8 × lambda x. സിമിലർലി x = lambda × 2y, അതായത് 2 lambda y. ഇത് റീഅറേഞ്ച് ചെയ്യുക. ഇതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ സെപ്പറേറ്റ് ആയി കാണാം, രണ്ട് ഇക്വേഷൻസും. ക്ലിയർ ആയല്ലോ? സോ ഹിയർ വിൽ ഗെറ്റ് lambda = y / 8x. അതുപോലെ തന്നെ ഇവിടെ lambda = x / 2y. ഇപ്പോൾ രണ്ട് കേസിലും LHS സെയിം ആണ്. സോ ഇക്വേറ്റ് RHS. അപ്പോൾ നമുക്ക് y / 8x = x / 2y കിട്ടും. ഇനി ജസ്റ്റ് ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ y², അപ്പോൾ ഓൾറെഡി ഇവിടെ 2 കോമൺ ഫാക്ടർ ആണ് അല്ല, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ y² = 4x² കിട്ടും. അതായത് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √ (4x²) ആണ്. അപ്പോൾ 4 റൂട്ടിന്റെ ഔട്ട്സൈഡ് എടുത്താൽ 2 കിട്ടും. x² റൂട്ടിന് ഔട്ട്സൈഡ് എടുത്താൽ x കിട്ടും. പക്ഷെ റൂട്ടിലുണ്ട് പ്ലസ് ഓർ മൈനസ് എഴുതണം. സോ y = ± 2x ആണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? സോ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ y = 2x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ കൺസ്ട്രെയിന്റ് g of xy = 0. സോ 4x² + y² പകരം +2x² (² -8 = 0). അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 8x² - 8 = 0. ദാറ്റ് ഈസ് 8 കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുത്ത് RHS കൊണ്ടുപോയി 0. x² - 1 = 0. ദാറ്റ് മീൻസ് x² = 1. ഇനി √1 എടുത്താൽ പ്ലസ് ഓർ മൈനസ് 1 ആണ് എക്സിന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, ഇനി x = +or -1 കിട്ടി. മനസ്സിലായല്ലോ? y നമുക്ക് കിട്ടിയത് +or -2x ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം. അപ്പോൾ
എക്സിന് +1 എന്നുള്ളൊരു കേസും -1 എന്നുള്ള സെക്കൻഡ് കേസ് ആയിട്ട് എടുക്കുക. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ കേസ് എടുക്കുക, രണ്ട് കേസായിട്ട് എടുക്കുക. അതായത് +2x ആയിട്ട് എടുക്കുക, -2x ആയിട്ടും കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് കിട്ടും ഓരോ എക്സിന്റെ വാല്യൂസിനും. ഓക്കെ, സോ y +2xൽ എക്സിന് 1 കൊടുക്കുക, അപ്പോൾ 2 കിട്ടും. അതുപോലെ y -2xൽ എക്സിന് 1 കൊടുക്കുമ്പോൾ -2 കിട്ടും. അടുത്ത കണ്ടീഷനാണ് നമ്മൾ x -1 ആയിട്ട് എടുക്കുന്നത്. അതിലും y +2xും -2x കൊടുക്കുക. ഓക്കെ, എക്സിന് -1 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് -2ഉം 2ഉം. ക്ലിയർ ആയല്ലോ? അപ്പോൾ സെറ്റ് ഓഫ് വാല്യൂസ് എക്സ് സമ്മറൈസ് ചെയ്തോടെ പറയാം. സോ എക്സിന് 1 കൊടുക്കുമ്പോൾ y 2ഉം -2ഉം കിട്ടി. ഇപ്പോൾ രണ്ട് സെറ്റ് 1 2ഉം 1 -2. അതുപോലെ എക്സിന് -1 കൊടുക്കുമ്പോൾ അല്ലേ, x -1 ആയിരിക്കുമ്പോൾ -1 -2 -1 2, അങ്ങനെ 4 സെറ്റ് ഓഫ് പോയിന്റ്സ് കിട്ടും. ഇനി നമുക്ക് ഏതാണ് മാക്സിമം വാല്യൂ ഏതാണ് മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ഈ പറഞ്ഞ പോയിന്റ്സിലെല്ലാത്തിലും നമ്മൾ എഫ് കണ്ടുപിടിക്കാം. എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ xy ആണ്. സോ എല്ലാം സെറ്റ് ഓഫ് പോയിന്റ്സും ഏതൊക്കെയാ പോയിന്റ്സ് 1 2 1 -2 -1 2 -1 -2 ഇതിലെല്ലാത്തിലും xy. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ എല്ലാ പോയിന്റ്സും, കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടും. ഇവിടെ ഇപ്പോൾ 1 × -2 -2 കിട്ടും അല്ലേ, -1 × 2 -2 കിട്ടും, -1 × -2 +2 കിട്ടും, ഫസ്റ്റ് വൺ 1 × 2 2 കിട്ടും. അപ്പോൾ ഇത് ഈ സെറ്റ് ഓഫ് വാല്യൂസ് നോക്കിയാൽ തന്നെ അറിയാം മാക്സിമം വാല്യൂ 2 ആൻഡ് മിനിമം വാല്യൂ -2 ആണ്. സോ എഫ് മാക്സ് is 2, എഫ് മിനിമം is -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The temperature at a point xy on a metal plate T of xy is equal to 4x square minus 4xy plus y square. An ant on the plate walks around the circle of radius 5 centered at the origin. What are the highest and lowest temperatures encountered by the ant? അപ്പോൾ ഇത് ആക്ച്വലി ഒരു ട്വിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ പോലെ നമുക്കൊരു ആപ്ലിക്കേഷൻ പോലെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് എഫ് എന്താണ്, കൺസ്ട്രെയിന്റ് ജി എന്താണ് ഇങ്ങനെ തരുന്നതിന് പകരം ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ തന്നിരിക്കുകയാണ്. ഒരു ആൻഡ് ഒരു മെറ്റൽ പ്ലേറ്റിൽ ഒരു സർക്കിൾ ഫോമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും റേഡിയസ് സെന്റർ എന്ന് പറയുന്നത് ഒറിജിനിലും റേഡിയസ് എന്ന് പറയുന്നത് 5ഉം ഈ സർക്കിളിന്റെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ മെറ്റൽ പ്ലേറ്റിന്റെ ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 4x² - 4xy + y². ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ടെമ്പറേച്ചേഴ്സ് എൻകൗണ്ടർഡ് ബൈ ദ ആൻഡ്. ഈ ആൻഡ് എൻകൗണ്ടർ ചെയ്യുന്ന ഹയസ്റ്റ് ടെമ്പറേച്ചർ ടി മാക്സും ലോവസ്റ്റ് ടെമ്പറേച്ചർ ടി മിൻ. അപ്പോൾ ഫംഗ്ഷൻ ടി ആണ് നമുക്കറിയാം ടെമ്പറേച്ചർ, അതിന്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്. കൺസ്ട്രെയിന്റ് അതായത് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രെയിന്റ്. കൺസ്ട്രെയിന്റ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ആക്ച്വലി ഈ ആൻഡ് മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലർ ഫോമിലാണ്, മീൻസ് ആ സർക്കിളിന്റെ ആ ഒരു ഷേപ്പിലാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി സെന്റർ 5ഉം റേഡിയസ് സെന്റർ ഒറിജിനും റേഡിയസ് 5ഉം ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് കൺസ്ട്രെയിന്റ് ആയിട്ട് വരിക. ദാറ്റ് മീൻസ് നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ x² + y² = r². ഇവിടെ r എന്ന് പറയുന്നത് 5 ആണ്. സോ x² + y² = 5², that is 25. അപ്പോൾ ഇതാണ് നമ്മുടെ g of xy. ഓക്കെ, കാരണം ആൻഡ് ഇതിലാണ് മൂവ് ചെയ്യണേ പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ കൺസ്ട്രെയിന്റ്. ഓക്കെ, ലിമിറ്റേഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ =0 ഫോമിലാക്കാൻ x² + y² - 25 = 0. 25നെ LHSൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ g ആൻഡ് t, അതായത് ഫംഗ്ഷൻ f എന്ന് പറയുന്നത് t of xy ആണ്. 4x² - 4xy + y². ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ഫോർമുല ∇f = λ∇g. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഗ്രേഡിയന്റ് ഓഫ് എഫും ഗ്രേഡിയന്റ് ഓഫ് ജിയും കാണാം. സോ ∇f = λ × ∇g. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബേസിക് ഫോർമുലയായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി ∇t ആണ് വരിക. ഓക്കെ, കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ g തന്നെ എടുത്താൽ മതി. നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ ∇f എന്ന് എടുത്തോളൂ, അല്ലെങ്കിൽ ∇t എന്ന് എടുക്കാം കേട്ടോ. ആക്ച്വൽ ഫംഗ്ഷൻ ഇവിടെ ടെമ്പറേച്ചർ ആണ്.
സോ ഡെൽ എഫ് ആദ്യം കണ്ടുപിടിക്കാം. 4x സ്ക്വയറിന്റെ 4 into 2x 8x വരും, മൈനസ് 4x വൈയുടെ എന്താ വരിക 4y വരും. അപ്പോൾ ഇതാണ് എഫ് എക്സ്, ദാറ്റ് ഇസ് 8x മൈനസ് 4y ഇൻറ്റു ഐ. അപ്പോൾ ഡെൽ എഫിൽ എഫ് എക്സ് ഇൻറ്റു ഐ കിട്ടി. ഇനി പ്ലസ് എഫ് വൈ ഇൻറ്റു ജി. എഫ് വൈ പറയുമ്പോൾ മൈനസ് 4xy പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ മൈനസ് 4xyയുടെ മൈനസ് 4 ഇൻറ്റു എക്സ് വരും പ്ലസ് 2y അല്ലേ. അപ്പോൾ മൈനസ് 4x പ്ലസ് 2y ഇൻറ്റു ജി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി. സോ ഡെൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എക്സ് 2x ആണ് വരിക ആൻഡ് ജി വൈ എന്നത് 2y ആണ് വരിക. സോ 2xi പ്ലസ് 2yj. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ 8x മൈനസ് 4y ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2x. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ മൈനസ് 4x പ്ലസ് 2y ഈക്വൽ ടു 2 ലാംഡ ഇൻറ്റു y. ഈ രണ്ട് ഇക്വേഷൻസ് ഇതേപോലെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 8x മൈനസ് 2 ലാംഡ എക്സ്, അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ അതായത് എക്സ് വൈ ടേംസ് കിട്ടുന്നുണ്ട് അല്ലേ. ജസ്റ്റ് എക്സാക്ട്ലി ഒരു ഇക്വേഷൻ കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് വൺ വേരിയബിൾ അല്ല കിട്ടിയിരിക്കണം, രണ്ട് വേരിയബിൾസിൻ്റെ ടേംസിലുള്ള ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ റീഅറേഞ്ച് ചെയ്യണം വേണം. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ വൺ ഇക്വേഷനും വൺ വേരിയബിൾ കിട്ടിയത് കൊണ്ട് ലാംഡയുടെ ടേംസിലാക്കിയിട്ട് രണ്ട് സെറ്റിനും ഇക്വേറ്റ് ചെയ്തു. ഇവിടെ ഇപ്പം അങ്ങനെ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കേണ്ടത് എന്താ, എക്സും വൈ ആണ്. സോ എക്സിൻ്റെ വൈയുടെ റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് നോക്കാം, ഇക്വേഷൻസ് നോക്കാം. അപ്പോൾ ഇവിടെ 8x മൈനസ് 2 ലാംഡ എക്സ് ഈക്വൽ ടു 4y. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. സോ 2 ലാംഡ എക്സ് എൽ എച്ച് എസിൽ കൊണ്ടുപോകുക, 4y ആർ എച്ച് എസ്. അപ്പോൾ 8x മൈനസ് 2 ലാംഡ എക്സ് ഈക്വൽ ടു 4y. ഇനി ഇതിൽ നിന്ന് കോമൺ ഫാക്ടർ 2x ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 2x ഇൻറ്റു 4 മൈനസ് ലാംഡ ഈക്വൽ ടു 4y. അപ്പോൾ ഇതിൽ കോമൺ 4 ക്യാൻസൽ ചെയ്ത് റൈറ്റ് സൈഡിൽ 2 വരും. അപ്പോൾ y ഈക്വൽ ടു വൈയുടെ ഇക്വേഷൻ എന്താ കിട്ടുക, ഈ 2 എൽ എച്ച് എസിൽ കൊണ്ടുപോകാം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ y ഈക്വൽ ടു x/2 ഇൻറ്റു 4 മൈനസ് ലാംഡ. അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് സെറ്റിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും, അതായത് മൈനസ് 4x പ്ലസ് 2y ഈക്വൽ ടു 2 ലാംഡ y. ഇതിൽ ഈക്വലൻ ടേംസ്, അതായത് വൈയുടെ ടേംസ് ആണ് രണ്ടെണ്ണം ഉള്ളത്, അത് ഒരു സൈഡിൽ കൊണ്ടുപോയി ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ 2y മൈനസ് 2 ലാംഡ y ഈക്വൽ ടു മൈനസ് 4x കൊണ്ടുപോയാൽ 4x കിട്ടും. ദാറ്റ് ഈസ് 2y കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു ഇൻറ്റു 1 മൈനസ് ലാംഡ ഈക്വൽ ടു 4x. ഇവിടെ 2 ക്യാൻസൽ ചെയ്തോളൂ കേട്ടോ. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് കിട്ടും. ക്ലിയർ ആയല്ലോ. കംപ്ലീറ്റ് ഇക്വേഷൻ നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു y ഇൻറ്റു 1 മൈനസ് ലാംഡ ഈക്വൽ ടു 4x. ഈ y എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ കിട്ടിയത് x/2 ഇൻറ്റു 4 മൈനസ് ലാംഡയാണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈക്വൽ ടു 4x. പ്രീവിയസ് ഇതിൽ വേണമെങ്കിൽ 2 അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ക്യാൻസൽ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് x ഇൻറ്റു 4 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഈക്വൽ ടു 4x കിട്ടും. ദാറ്റ് ഈസ് x ഇൻറ്റു ഈ 4xനെ എൽ എച്ച് എസ് കൊണ്ടുവരും. അപ്പോൾ മൈനസ് 4x ഉണ്ടാവില്ലേ അല്ലേ. x ഇൻറ്റു 4 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ മൈനസ് 4x ഈക്വൽ ടു 0. ഇനി എൻറ്റയർ ടേംസ് നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ ഓൾറെഡി എല്ലാം പ്രോഡക്റ്റ് ടേംസിലാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ടേമിൽ 4 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ, ദെൻ മൈനസ് 4 വരും ഇവിടെ അല്ലേ. നമ്മൾ എക്സ് ഔട്ട് സൈഡ് എടുത്തു, ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് ഇതിൻ്റെ മീനിങ് എന്താ, ഏതൊരു എക്സ് ഈക്വൽ ടു 0 ഓർ ബ്രാക്കറ്റിലുള്ള ടേം ഈക്വൽ ടു 0. അതായത് 4 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ മൈനസ് 4 ഈക്വൽ ടു 0. പക്ഷേ എക്സ് 0 ആയി കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. കാരണം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, ഇപ്പോൾ നേരത്തെ പ്രീവിയസ് ഇക്വേഷൻ മാർക്ക് ചെയ്തില്ലേ, y ഈക്വൽ ടു x/2 ഇൻറ്റു 4 മൈനസ് ലാംഡ. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 കിട്ടും, ശരിയല്ലേ. പക്ഷേ 0 0 എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഒരു പോയിന്റ് ആണോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ജി അല്ലേ. ഈ ജീനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം എക്സും വൈയും വാല്യൂസ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടിയത് y 0, അതായത് x 0 ആയിരിക്കുമ്പോൾ y 0 ആണ്. അതായത് 0 0 എന്ന് പറയുന്ന പോയിന്റ്
ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കുക, അതെന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ല. ദാറ്റ് മീൻസ് ഈ സർക്കിൾ എന്ന് പറയുന്നത് സെന്റർ 0, 5 റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ഒരിക്കലും ഈ സർക്കിളിലെ ഒരു പോയിന്റും അല്ല ഈ 0, 0 എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസ്ട്രെയിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഈ പറയുന്ന 0, 0 പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? സോ ഹെൻസ് എക്സ് കനോട്ട് ബി ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ എക്സ് വൈ കൺസ്ട്രെയിൻ മാക്സിമം മിനിമം ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡാണ് പറയുന്നത്. നമ്മൾ എക്സ് വൈയുടെ വാല്യൂസ് എപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന കൺസ്ട്രെയിൻ, ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിനെ സാറ്റിസ്ഫൈ ചെയ്യണം ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം, ഇല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ലാംഡയുടെ എക്സ് ആൻഡ് വൈ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിട്ട് ജി ഓഫ് എക്സ് വൈയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആ കൺസ്ട്രെയിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല അല്ല. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഈ ബ്രാക്കറ്റിലെ ടേം ദാറ്റ് മസ്റ്റ് ബി 0. അപ്പോൾ 4 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ മൈനസ് 4 ഇക്വൽ ടു 0. ഇത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ ഇക്വൽ ടു 0 കിട്ടും. ലാംഡ ഔട്ട്സൈഡ് എടുത്താൽ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 5 ഇക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് ലാംഡയുടെ വാല്യൂസ് കിട്ടും 0, 5. നെക്സ്റ്റ് ലാംഡ 0 ആയിരിക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെ വാല്യൂസ് കാണാം. അപ്പോൾ വൈയുടെ റിലേഷൻ എടുക്കുക. y ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് y ഈക്വൽ ടു എക്സ് ബൈ 2 ടു 4 മൈനസ് ലാംഡയാണ്. അപ്പോൾ ലാംഡയ്ക്ക് 0 കൊടുത്താൽ വൈയും എക്സും റിലേഷൻഷിപ്പ് കിട്ടും, y ഈക്വൽ ടു 2x. ഓക്കെ, ഇനി നമ്മുടെ കൺസ്ട്രെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം g ഓഫ് എക്സ് വൈയിൽ, അതായത് y ഈക്വൽ ടു 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എക്സിൻ്റെ വാല്യൂസ് കാണാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ, 2x ഹോൾ സ്ക്വയർ അല്ലേ, കാരണം y എന്ന് പറയുന്നത് 2x അല്ലേ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ദാറ്റ് ഇസ് 5x സ്ക്വയർ ഈക്വൽ ടു 25. 5ഉം 25 ക്യാൻസൽ ചെയ്താൽ 5 വരും. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 കിട്ടി. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √5. ഓക്കെ ആണല്ലോ? അപ്പോൾ രണ്ട് സെറ്റ് ഉണ്ട്, അതായത് എക്സ് ഈക്വൽ ടു പ്ലസ് √5ഉം എക്സ് ഈക്വൽ ടു മൈനസ് √5ഉം. വൈയുടെ വാല്യൂ എന്താ നോക്കാം. എക്സ് ഈക്വൽ ടു √5 ആയിരിക്കുമ്പോൾ y ഈക്വൽ ടു 2x അല്ലേ, അപ്പോൾ 2 ഇൻറ്റു √5 2√5. നെക്സ്റ്റ് വൺ എക്സ് മൈനസ് √5 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ വരിക? 2x, അതായത് 2 ഇൻറ്റു മൈനസ് √5 ദാറ്റ് ഇസ് മൈനസ് 2√5. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ്സ് നിങ്ങൾ കിട്ടിയത് മനസ്സിലാക്കി വയ്ക്കുക. എക്സ് √5 ആയിരിക്കുമ്പോൾ y 2√5 ദാറ്റ് ഇസ് √5 2√5. അടുത്തത് മൈനസ് √5 മൈനസ് 2√5. ഇതാണ് രണ്ട് പോയിന്റ്സ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് കേസ് ലാംഡ ഈക്വൽ ടു 5 കൊടുത്തിട്ട് കിട്ടുന്നത്. അപ്പോൾ അഗെയിൻ സെയിം റിലേഷൻ എടുക്കുക. y ഈക്വൽ ടു എക്സ് ബൈ 2 ടു 4 മൈനസ് ലാംഡ. ഓക്കെ, ദാറ്റ് ഇസ് ലാംഡയ്ക്ക് 5 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ മൈനസ് എക്സ് ബൈ 2 കിട്ടും. ഇനി നമ്മുടെ കൺസ്ട്രെയിനിൽ y ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4, അതായത് 5x സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 25 കിട്ടും. അഗെയിൻ 5ഉം 25 ക്യാൻസൽ 5, ഈ 4 അങ്ങോട്ട് കൊണ്ടുപോയാൽ 4 ഇൻറ്റു 5 20. എക്സ് സ്ക്വയർ ഈക്വൽ ടു 20 കിട്ടും. ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു √20 ദാറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 2√5 അല്ലേ. √20 എന്ന് പറയുന്നത് √4 ഇൻറ്റു 5 ആണ്. അപ്പോൾ 5 റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുക. 4ന് ഔട്ട്സൈഡ് എടുത്താൽ 2 കിട്ടും. റൂട്ട് ഉള്ളത് കൊണ്ട് പ്ലസ് ഓർ മൈനസ് എടുക്കാം. പ്ലസ് ഓർ മൈനസ് 2√5. അപ്പോൾ എക്സിന് 2√5 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു നമുക്ക് ഇവിടെ കിട്ടിയത് y മൈനസ് എക്സ് ബൈ 2 ആണ് അല്ലേ. അപ്പോൾ എക്സിന് 2√5 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2, അതായത് മൈനസ് 2√5 ബൈ 2. സോ മൈനസ് √5 കിട്ടും. അതുപോലെ നെക്സ്റ്റ് മൈനസ് 2√5 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2 പറഞ്ഞാൽ മൈനസ് 2√5 ബൈ 2. സോ പ്ലസ് √5 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ്സ് കിട്ടി. എക്സ് 2√5, y മൈനസ് √5. അതുപോലെ എക്സ് മൈനസ് 2√5ഉം y √5. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ എല്ലാ പോയിന്റ്സും കൺസിഡർ ചെയ്യാം. ഇതെല്ലാം എന്തായാലും ആ സർക്കിളിന്റെ പോയിന്റ്സ് ആയിരിക്കും. ക്ലിയർ ആയോ? കാരണം നമ്മുടെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് സർക്കിളാണ് വിത്ത് സെന്റർ 0 ഒറിജിനിലും റേഡിയസ് എന്ന് പറയുന്നത് 5ലും. അപ്പോൾ ഈ 4 പോയിന്റ്സും കൂടി ഇതുപോലെ കളക്ട് ചെയ്ത് എഴുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. എഫ് എന്ന് പറയുന്നത് നമ്മുടെ ടി ടെമ്പറേച്ചർ
ക്ലിയർ ആയോ? ഇപ്പൊ ടി ഓഫ് എക്സ് വൈയുടെ ഇക്വേഷൻ അറിയാലോ തന്നിരിക്കുന്നത് 4x² - 4xy + y². ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഇവിടെ എക്സും വൈയും 4 സെറ്റ് ഓഫ് പോയിന്റ്സ് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആൻഡ് വൈ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഫസ്റ്റ് 2 കേസസിൽ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടുന്നത്. തേർഡ് കേസിൽ 2√5 - √5 കൊടുക്കുമ്പോൾ 125 ആൻഡ് ലാസ്റ്റ് വൺ -2√5 √5 കൊടുക്കുമ്പോൾ 125. ലാസ്റ്റ് 2 കേസസിൽ 125 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടി മാക്സും ടി മിന്നും കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ 125 ആണ്, രണ്ട് കേസസിലും കിട്ടിയിട്ടുള്ള 125 ആൻഡ് മിനിമം വാല്യൂ രണ്ട് കേസസ് 0 ആണ് കിട്ടിയിരിക്കുന്നത്. So Tmax equal to 125 is the highest temperature and Tmin equal to 0 is the lowest temperature encountered by the ant. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ, സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്, പക്ഷേ ചെറിയൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം മോഡിഫൈഡ് ആയിട്ട്. അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കാം. Next question, find the maximum value of w equal to x, y, z on the line of intersection of two planes x plus y plus z equal to 40 and x plus y minus z equal to 0. Clear ആയല്ലോ? ആക്ച്വലി ഫംഗ്ഷൻ തന്നിട്ടുണ്ട് w equal to x, y, z, ഇതാണ് f തന്നിരിക്കുന്നത്. പക്ഷേ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്, g1 ആൻഡ് g2. നമുക്ക് മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓൺ ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസ്, രണ്ട് പ്ലെയിൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ്, അതാണ് നമ്മുടെ രണ്ട് കൺസ്ട്രെയിൻസ്. അതിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ ആ ഫംഗ്ഷന്റെ തന്നിരിക്കുന്ന wന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ let the function to be maximized be f equal to w equal to x, y, z subject to the constraints. രണ്ട് constraints മാർക്ക് ചെയ്യുക. g1 of x, y, z. Okay, അതായത് x plus y plus z minus 40 equal to 0. Also g2 of x, y, z equal to x plus y minus z equal to 0. അപ്പോൾ നമ്മുടെ ഫോർമുല വേരിയേഷൻ എന്താ വരിക? del f equal to lambda into del g. അത് നമ്മൾ 1 constraint ഉള്ളപ്പോൾ എടുക്കുന്നത്. ഇനി നമ്മൾ രണ്ട് കോൺസ്റ്റൻസ് ടേംസ് എടുക്കാം, അതായത് ലാംഡ ഇൻറ്റു ഡെൽ g1 പ്ലസ് മ്യൂ ഇൻറ്റു ഡെൽ g2. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ w, ദാറ്റ് ഈസ് എക്സ് വൈ സെഡിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ സെഡ് ഇൻറ്റു ഐ, പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് സെഡ് ഇൻറ്റു ജെ, ലാസ്റ്റ് വൺ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ എക്സ് വൈ ഇൻറ്റു കെ. ഐ ജെ കെ ടേംസ് എല്ലാം വരും ഇവിടെ. ക്ലിയർ ആയല്ലോ? ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ g1. അപ്പോൾ ഡെൽ g1 എന്ന് പറയുമ്പോൾ ഇവിടെ g1 ഫസ്റ്റ് ഇക്വേഷൻ, അതിൽ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ 1 വരുള്ളൂ, ബാക്കി ടേംസ് എല്ലാം കോൺസ്റ്റൻസ് ആയതുകൊണ്ട് എൻറ്റയർ ടേംസ് 0 ആയി പോകും. അപ്പോൾ 1 ഇൻറ്റു ഐ, അതായത് ഐ, അതേപോലെ തന്നെയാണ് ബാക്കി ടേംസും വരും. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്താ, വൈയുടെ ടേം ആകെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ, അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ അഗെയിൻ 1 ഇൻറ്റു ജെ, ബാക്കി ടേംസ് എക്സ് സെഡ് മൈനസ് 40 അതിൻ്റെ ഒക്കെ 0 ആക്കും. സിമിലർലി കെ റിലേറ്റഡ് ആയിട്ടുള്ള ടേം നമുക്ക് 1 കിട്ടും. അപ്പോൾ ഐ പ്ലസ് ജെ പ്ലസ് കെ, അതാണ് ലാംഡ ഇൻറ്റു ടേം വരിക, ജി, ദാറ്റ് ഇസ് ഡെൽ g1. നെക്സ്റ്റ് വൺ മ്യൂ ഇൻറ്റു ഡെൽ g2, അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഐ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു ജെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ജെ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു കെ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് സെഡ് ആണ്, സോ മൈനസ് 1 ഇൻറ്റു കെ, ദാറ്റ് ഇസ് ഐ പ്ലസ് ജെ മൈനസ് കെ. ഇക്വേഷൻ ക്ലിയർ ആയല്ലോ? സോ ദ സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ, പ്രീവിയസ് സ്ലൈഡിലെ ലാസ്റ്റ് ഇക്വേഷൻ സെയിം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻ വൈ സെഡ്, ഇവിടെ രണ്ട് ടേംസ് വരും, അതായത് ലാംഡയുടെയും മ്യൂവിൻ്റെയും, ലാംഡ പ്ലസ് മ്യൂ അല്ലേ. വൈ സെഡ് ഇക്വൽ ടു ലാംഡ പ്ലസ് മ്യൂ. നെക്സ്റ്റ് ഇക്വേഷൻ മാർക്ക് ചെയ്യാം. എക്സ് സെഡ് ഇക്വൽ ടു ലാംഡ പ്ലസ് മ്യൂ, എല്ലാത്തിൻ്റെയും ലാംഡ പ്ലസ് മ്യൂ, ലാസ്റ്റ് വൺ മാത്രം ലാംഡ മൈനസ് മ്യൂ വരും. ഓക്കെ, എക്സ് സെഡ് ഇക്വൽ ടു ലാംഡ പ്ലസ് മ്യൂ, എക്സ് വൈ ഇക്വൽ ടു ലാംഡ മൈനസ് മ്യൂ. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് എങ്ങനെയെങ്കിലും റീഅറേഞ്ച് ചെയ്ത് എക്സ് ആൻഡ് വൈയുടെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ കിട്ടണം, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. സോ ഇവിടെ ചെറിയൊരു എന്താ പറയുക, ഇതേപോലെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്, അതായത് തേർഡ് ഇക്വേഷൻ, ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ, അതിനെ ഇൻറ്റു എക്സ് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് ഇക്വേഷൻ ഇൻറ്റു വൈ ചെയ്തു. ആക്ച്വലി എൽ എച്ച് എസിൽ വൈ ഇൻറ്റു സെഡ് ആണ്, അപ്പോൾ എക്സ് മിസ്സിംഗ് ആണ്, ഇൻറ്റു എക്സ് ചെയ്തു. അപ്പോൾ ആർ എച്ച് എസിലും ചെയ്യണം കേട്ടോ ഈക്വലായിട്ട്. അതേപോലെ ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ എൽ എച്ച് എസിൽ വൈ മിസ്സിംഗ് ആണ്, സോ ആർ എച്ച് എസിലും ഇൻറ്റു വൈ ചെയ്യാം. എന്നിട്ട്
നമ്മൾ ഇതിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ LHS എല്ലാം ക്യാൻസൽ ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ XYZ by XYZ കിട്ടും. ഇവിടെ ചെയ്ത് നോക്കുക. അതായത് XYZ equal to x into lambda plus mu, XYZ equal to y into lambda plus mu. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ XYZ ക്യാൻസൽ ആയി. x into lambda plus mu divided by y plus lambda, y into lambda plus mu അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഇനി ലാംഡ പ്ലസ് മ്യൂ ക്യാൻസൽ ആയി. അപ്പോൾ x by y ഈക്വൽ ടു ഇവിടെ എന്താ 1. സോ y അങ്ങോട്ട് കൊണ്ടുപോയാൽ x equal to y കിട്ടും. ക്ലിയർ ആയല്ലോ. ഈ x equal to y ഇതിന് പ്രീവിയസ് ആയി കിട്ടിയിട്ടുള്ള ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ, അതായത് സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 0 ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അതിൽ വൈക്ക് എക്സ് കൊടുക്കാം. ക്ലിയർ ആയല്ലോ. നമ്മുടെ കൺസ്ട്രെയിനിനെ സാറ്റിസ്ഫൈ ചെയ്യണം ഈ റിലേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രെയിൻഡ് ഇക്വേഷനിൽ ഈ വൈന് എക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെഡിന്റെ റിലേഷൻ കിട്ടും, z equal to 2x. ഇപ്പോൾ നമുക്ക് ആകെ കൂടി എക്സും വൈയും തമ്മിൽ റിലേഷൻ കിട്ടിയിട്ടുള്ളൂ. സോ റീപ്ലേസ് y ആസ് x ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ മൈനസ് z equal to 0 എന്ന് പറയുന്ന കൺസ്ട്രെയിനിൽ വൈന് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് z equal to 2x കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി, y equal to x കിട്ടി, z equal to 2x കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ y equal to x ഉം z equal to 2x ഉം ഫസ്റ്റ് ഇക്വേഷനിൽ ഫസ്റ്റ് കൺസ്ട്രെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ x പ്ലസ് വൈ പ്ലസ് z മൈനസ് 40 equal to 0 ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ. അപ്പോൾ y x കിട്ടി ആൻഡ് z ന് 2x റീപ്ലേസ് ചെയ്യാം. സോ വിൽ ഗെറ്റ് 4x equal to 40, x equal to 10 കിട്ടും. ഇതൊക്കെ ചെയ്തത് നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ കണ്ടുപിടിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ 3 വേരിയബിൾസ് ഉണ്ടല്ലോ, ആ 2 വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് 1 വേരിയബിൾ ആക്കുക റിലേഷൻ. അത് കഴിഞ്ഞിട്ട് ഒറ്റ എല്ലാം ഒരു ഇക്വേഷനിൽ ഈ പറയുന്ന റീപ്ലേസ്മെന്റ്സ് എല്ലാം ചെയ്തിട്ട് ആ സിംഗിൾ വേരിയബിൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ് 10 കിട്ടിയല്ലോ, വൈ എക്സ് തന്നെ ആയതുകൊണ്ട് വൈയുടെ വാല്യൂ 10, z 2x ആയതുകൊണ്ട് z ന്റെ വാല്യൂ 2 into 10 ദാറ്റ് ഈസ് 20. ഇനി നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് w ഒക്കർ ചെയ്യുന്ന കണ്ടുപിടിക്കാമല്ലോ. അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയ x y z, അതായത് 10 10 20 ഇതിലാണ് മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുക. അത് w മാക്സ്, അതായത് x into y into z കണ്ടുപിടിക്കുക. 10 into 10 into 20 ദാറ്റ് ഈസ് 2000 ആണ് മാക്സിമം വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ്, എക്സ്ട്രീം എന്ന് പറയുമ്പോൾ മാക്സിമം മിനിമം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സെഡ് പ്ലസ് 1 ഓൺ ദ ഇന്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻ z ഈക്വൽ ടു 1 വിത്ത് ദ സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 10. അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു പ്ലെയിനും സ്ഫിയറും തന്നിട്ടുണ്ട്. ആ രണ്ടിൻ്റെയും ഇന്റർസെക്ഷനിൽ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ z ഈക്വൽ ടു 1ഉം, അതായത് z മൈനസ് 1 ഈക്വൽ ടു 0, പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ മൈനസ് 10 ഈക്വൽ ടു 0 ഇതാണ് രണ്ട് കൺസ്ട്രെയിൻസ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ വൈ സെഡ് പ്ലസ് 1. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ കിട്ടി, സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, രണ്ട് കൺസ്ട്രെയിൻസും കിട്ടി. ഇനി മെയിൻ ഫോർമുല del f equal to lambda into del g1 plus mu into del g2. അപ്പോൾ ഇതിൽ del f എന്ന് പറയുന്നത് 1ന്റെ എന്തായാലും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, എക്സ് സ്ക്വയർ വൈ സെഡിന്റെ 2xyz into i പ്ലസ്, ഇനി വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ z into j പ്ലസ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ y into k. ക്ലിയർ ആയല്ലോ. ഇതാണ് del f. നെക്സ്റ്റ് വൺ ലാംഡ ഇൻറ്റു del g1, അതായത് ഫസ്റ്റ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് ടേം ഒന്നും ഇല്ല അല്ല, വിത്ത് റെസ്പെക്ട് ടു വൈയും 0 ആയിരിക്കും, വിത്ത് റെസ്പെക്ട് ടു z മാത്രം 1 കിട്ടും. അതായത് 1 into k മാത്രമേ del g1ൽ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വൺ പ്ലസ് മ്യൂ ഇൻറ്റു del g2, ഇതിലെല്ലാ ടേംസും കിട്ടും അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ടേം എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ, എക്സിൻ്റെ ടേം. സോ 2x into i പ്ലസ് 2y into j പ്ലസ് 2z into k. ഓക്കെ, ഇനി നമ്മൾ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2xyz ഈക്വൽ ടു ഐയുടെ ടേം ആകെ സെക്കൻഡ് ടേമിൽ മാത്രമേ ഉള്ളൂ 2x മ്യൂ അല്ലേ. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളത് 2ഉം 2ഉം ക്യാൻസലായി, എക്സും എക്സും ക്യാൻസലായി. അപ്പോൾ yz ഈക്വൽ ടു മ്യൂ, ഇതൊരു റിലേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. അഗെയിൻ നെക്സ്റ്റ് എക്സ് സ്ക്വയർ z ഈക്വൽ ടു ജെയുടെ ടേം അഗെയിൻ സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ മ്യൂ ഇൻറ്റു 2y അല്ലേ. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ, ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, എക്സ് സ്ക്വയർ z ഈക്വൽ ടു 2 µy അങ്ങനെ തന്നെ എഴുതാം. ആൻഡ് ദ ലാസ്റ്റ് വൺ
ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് കെയുടെ കോഎഫിഷ്യൻസ് ആണ്. കെയുടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു 2z അല്ലേ. അതായത് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു ലാംഡ പ്ലസ് 2 മ്യൂ z. ഓൾറെഡി നമുക്ക് z ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. ശരിയല്ല, ഇത് പ്ലെയിൻ ആണ് തന്നിട്ടുണ്ട്, z 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ yz ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്ന റിലേഷനിൽ z-ന് 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു മ്യൂ കിട്ടും. ക്ലിയർ ആയല്ലോ. സോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 മ്യൂ വൈ. ഇപ്പൊ നമുക്ക് കിട്ടിയ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതിൽ മ്യൂവിന് y റീപ്ലേസ് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു വൈ ഇൻറ്റു വൈ, ദാറ്റ് ഇസ് 2y സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇത് കൺസ്ട്രെയിൻഡ് ആണ് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 10 ഈക്വൽ ടു 0. ഈ ഒരു കൺസ്ട്രെയിൻറ്റിൽ z 1 കൊടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി സിൻസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y സ്ക്വയർ, ഇപ്പൊ കിട്ടിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2y സ്ക്വയർ, ഈ ഫസ്റ്റ് ടേമിൽ എക്സ് സ്ക്വയർ അതിനെ 2y സ്ക്വയർ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ ഇത് 3y സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. 3ഉം 9ഉം ക്യാൻസൽ ചെയ്ത് 3 ആവും. y സ്ക്വയർ ഈക്വൽ ടു 3 കിട്ടും. ദാറ്റ് ഇസ് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3. ക്ലിയർ ആയല്ലോ. ഇനി y ആണ് പ്ലസ് ഓർ മൈനസ് √3 കിട്ടിയത്. നമുക്ക് എക്സും വൈയും റിലേഷൻ അറിയാം. എക്സ് സ്ക്വയർ ഇസ് 2y സ്ക്വയർ. ക്ലിയർ ആയല്ലോ. സോ y സ്ക്വയർ എന്ന് പറയുന്നത് √3 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 3. പ്ലസ് ഓർ മൈനസ് വന്നാലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആയി പോകും. അപ്പോൾ y സ്ക്വയർ 3 ആണെന്ന് അറിയാം. അപ്പോൾ 2 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 3, ദാറ്റ് ഇസ് 6. 2y സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 6 കിട്ടി. അപ്പോൾ എക്സ് എന്താ? പ്ലസ് ഓർ മൈനസ് √6. ഇനി നമുക്ക് പോയിന്റ്സ് ഒക്കെ നോക്കാം. z എന്തായാലും 1 ആണ്. എല്ലാ കേസസിലും z 1 ആണ്. എക്സ് ആൻഡ് വൈയുടെ ടേംസ് നോക്കാം. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് √6 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന y എന്ന് പറയുന്നത് √3. സോ ഇവിടെ എല്ലാ കോമ്പിനേഷൻസും കൺസിഡർ ചെയ്യണം. പ്ലസ് ഓർ മൈനസ് √3 പ്ലസ് ഓർ മൈനസ് √6, ഇതിന്റെ എല്ലാ കോമ്പിനേഷൻസ്, അതായത് പ്ലസ് √6 ആയിരിക്കുമ്പോൾ പ്ലസ് √3 മൈനസ് √3, ഈ രണ്ട് കേസസും കൺസിഡർ ചെയ്യാം. മൈനസ് √6 ആയിരിക്കുമ്പോൾ പ്ലസ് √3 മൈനസ് √3. പിന്നെ എല്ലാ കേസസിലും z എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആയല്ലോ. ഇതൊക്കെയാണ് നമുക്ക് പോയിന്റ്സ് ഉള്ളത്. ഫൈനലി ഇനി നമുക്ക് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ്ട്രീം പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് എഫും മിനിമം വാല്യൂ ഓഫ് എഫും കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ സെഡ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഇൻറ്റു സെഡ് പ്ലസ് 1. സോ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഇപ്പോൾ √6 ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ √6 വന്ന് പ്ലസ് ഓർ മൈനസ് ആയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ √6 തന്നെയാണ് കിട്ടുക. പക്ഷേ y എടുക്കുമ്പോൾ പോസിറ്റീവ് ടേമിൽ എടുക്കുക, അതായത് പ്ലസ് √3 എടുക്കുക. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഈ എല്ലാ പോയിന്റ്സിലും എഫ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ നിന്ന് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സിന് പ്ലസ് ഓർ മൈനസ് √6 കൊടുത്താലും സ്ക്വയർ ചെയ്താൽ അത് ഇതേപോലെ റൂട്ടിന്റെ സ്ക്വയർ, ഈ പ്ലസ് ഓർ മൈനസ്, മൈനസ് ആണെങ്കിൽ സ്ക്വയർ ചെയ്താൽ പ്ലസ് തന്നെ വരും. √6ന്റെ സ്ക്വയർ 6ഉം. ഇനി ഇൻറ്റു മൈനസ് √3 കൊടുത്താൽ അത് കുറവല്ലേ വരും. അപ്പോൾ ഇൻറ്റു പ്ലസ് √3 കൊടുക്കുക, പ്ലസ് 1. അപ്പോൾ ഇതായിരിക്കും മാക്സിമം വാല്യൂ. ഇനി മിനിമം വാല്യൂ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസ് ടേം എടുക്കുക, അതായത് പ്ലസ് ഓർ മൈനസ് √6 അതൊരു പ്രശ്നമില്ല, ബട്ട് മൈനസ് √3 കൊടുക്കുക. ഓക്കെ, പ്ലസ് 1. ക്ലിയർ ആയല്ലോ. അപ്പോൾ -6 √3 പ്ലസ് 1 ആണ് മിനിമം വാല്യൂ. Next question. For a rectangle whose perimeter is 20 meters, use Lagrangian multiplier method to find the dimensions that will maximize the area. Again, ഒരു application problem അല്ലേ. ഒരു rectangle the perimeter 20 meter ആണ്. Lagrangian multiplier method വെച്ചിട്ട് ഈ rectangle dimensions കണ്ടുപിടിക്കണം. പക്ഷേ ആ കണ്ടീഷൻ അതായത് ഏരിയ മസ്റ്റ് ബി മാക്സിമം. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏരിയ ആണ്, അതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം. സോ ദ ഫംഗ്ഷൻ ടു ബി മാക്സിമൈസ്ഡ്, ലെറ്റ് ഇറ്റ് ബി ഏരിയ.
equal to f equal to xy. Length into breadth അല്ലേ. അപ്പോൾ x എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് എടുക്കാം, y എന്ന് പറയുന്നത് വിഡ്ത്ത് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ x into y ആണ് ഏരിയ. ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണം സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ്. ഇവിടെ കൺസ്ട്രെയിന്റ് ആയി തന്നിരിക്കുന്നത് എന്താ? പെരിമീറ്റർ ആണ്. ദാറ്റ് ഈസ് പെരിമീറ്റർ നമുക്കറിയാം 12 plus 2b ആണ് അല്ലേ. 12 plus 2b ആണ്. ഇവിടെ 20 തന്നിട്ടുണ്ട്. എല്ലിന് പകരം എക്സും ബിക്ക് പകരം y. അപ്പോൾ 2x plus 2y equal to 20. ഇതാണ് കൺസ്ട്രെയിന്റ്. 20 LHS കൊണ്ടുപോയാൽ 2x plus 2y minus 20 equal to 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ കിട്ടി, അതായത് ഏരിയ ആണ്. അതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. ഏരിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x into y, where x is the length and y is the breadth. Subject to the constraint. Constraint in the perimeter ആണ് g of xy. 2x plus 2y minus 20 equal to 0. So നമ്മുടെ മെയിൻ ഫോർമുല del f equal to lambda into del g. del f എന്ന് പറയുന്നത് f equal to x into y ആണ് ഏരിയ, ആൻഡ് g എന്ന് പറയുന്നത് 2x plus 2y minus 20 equal to 0 അല്ലേ. അപ്പോൾ del f എന്ന് പറയുന്നത് with respect to x ചെയ്യുമ്പോൾ y, with respect to y ചെയ്യുമ്പോൾ x ഉം അല്ലേ. so y into I plus x into j equal to lambda into del g, that is 2 into I plus 2 into j. കാരണം with respect to x ചെയ്യുമ്പോൾ 2 മാത്രം വരും, with respect to y 2 മാത്രം വരും. ക്ലിയർ ആയല്ലോ? ഇനി ഇക്വേറ്റ് ചെയ്യാം. ഐയുടെ ടേംസ് y equal to lambda into 2, y equal to 2 lambda, അതേപോലെ x equal to 2 lambda കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് y യും x ഉം സെയിം അല്ലേ, ആർച്ചസ് രണ്ടും സെയിം ആണ്. ദാറ്റ് മീൻസ് LHS മസ്റ്റ് ബി സെയിം. അപ്പോൾ x ഉം y ഉം റിലേഷൻ കിട്ടി, x equal to y ആണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ കൺസ്ട്രെയിനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g of xy എന്ന് പറയുന്നത് 2x plus 2y minus 20 equal to 0 ആണ്. അപ്പോൾ ഇതിൽ 2yക്ക് പകരം yനെ x ആയിട്ട് റീപ്ലേസ് ചെയ്യാം. 2x plus 2x minus 20 equal to 0, that is 4x equal to 20. അതിന്ന് x equal to 5 കിട്ടും. അപ്പോൾ ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് അല്ല പെരിമീറ്റർ, അപ്പോൾ മീറ്റർ തന്നെ നമ്മൾ യൂണിറ്റ് യൂസ് ചെയ്യാം. x equal to 5 മീറ്റർ. ഇനി x കിട്ടിയതുകൊണ്ട് y equal to x അല്ലേ, അപ്പോൾ y യും 5 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ മാക്സിമം ഏരിയ എന്താ? x into y ആണ്, അതായത് 5 into 5, that is 25 meter square ആണ് ഏരിയ. ഓക്കെ.